എല്ലാവർക്കും സ്വാഗതം. ബാലേന്ദ്രൻ അങ്ങനെ സ്റ്റാലിനോട് പറയുന്നുണ്ടായിരുന്നു, വൈജയന്തിനെ ഏത് പരുവത്തിലാണ് എനിക്ക് കിട്ടിയതെന്ന് നിങ്ങൾക്കാണല്ലോ നന്നായിട്ട് അറിയാവുന്നത് എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ 23 വർഷം എടുത്തു ഞാൻ ആ ചതിയുടെ കഥ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. എല്ലാവരും കൂടെ എന്നെ പറ്റിക്കുകയായിരുന്നു എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അന്ന് നീലഗിരിയിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ മുന്നിൽ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ വെടിവെച്ച് കൊന്നേനെ. നിങ്ങളെ മാത്രമല്ല വൈജയന്തിനെയും അതുപോലെ തന്നെ അലീനേനെയൊക്കെ വെടിവെച്ച് കൊന്നേനെ എന്ന് പറയും. പക്ഷേ ഞാനങ്ങ് വീണ് പോയി എന്ന് പറയാണ്. എന്നിട്ട് പിന്നെ അറ്റാക്ക് ഉണ്ടായ കാര്യമൊക്കെ പറയുകയാണ് കേട്ടോ. ഹോസ്പിറ്റലിലായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് ഞാൻ എന്നെ തന്നെ ഒന്ന് തണുപ്പിച്ചു. എൻ്റെ ശത്രുക്കളുടെ എണ്ണം വെട്ടിച്ചുരുക്കി. കുഞ്ഞിരാമ മേനോനെയും അതുപോലെ തന്നെ ഗംഗാധരനെയും ശിവശങ്കരനെയും രാജീവ് മേനോനെയും എല്ലാവരെയും ഞാൻ വെട്ടിച്ചുരുക്കി. എൻ്റെ ശത്രുത ഒരാളോട് മാത്രമായി, വൈജയന്തിയോട് എന്ന് പറയാണ് കേട്ടോ. എൻ്റെ ലീഗൽ വൈഫ് ഇല്ലീഗലായിട്ട് ഒരു കുഞ്ഞിനെ പ്രസവിച്ച എൻ്റെ ഭാര്യയോട് മാത്രമായി എന്ന് പറയാണ് കേട്ടോ. 23 വർഷം അവൾ എൻ്റെ മുന്നിൽ പതിവ്രതയായിട്ട് ഇങ്ങനെ അഭിനയിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തോടു കൂടിയാണ് കേട്ടോ പറയുന്നത്. വൈജയന്തിനോട് മാത്രമേ ഇപ്പോൾ ഇത് ദേഷ്യമുള്ളൂ എന്നുള്ള കാര്യം ബാലേന്ദ്രൻ അങ്ങ് പറയുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ പറയുകയാണ്, എന്തൊരു വിരോധാഭാസമാണെന്ന് നോക്കിയൊക്കെ, മനുഷ്യനായാൽ എന്തെല്ലാം ഫേസ് ചെയ്യണം എന്ന് പറയുകയാണ്. ഇത് മാത്രമല്ല, വൈജയന്തിക്കാണെങ്കിൽ അലീനേനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. നിങ്ങളുടെ ഒരു ചൊല്ലുണ്ടല്ലോ, ചെകുത്താന് കുരിശ് കണ്ട പോലെയെന്ന്, അതുപോലെയാണ് അലീന വൈജയന്തിക്ക് എന്ന് പറയുന്നുണ്ട്. അവളെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കണം എന്ന് പറഞ്ഞിട്ടാണ് വൈജയന്തി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് തന്നെ. അതൊക്കെ ഒന്ന് നോക്കിക്കേന്ന് പറയും. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, ഞാൻ നിങ്ങളെ വെറുതെ ഒന്നുമല്ല തേടി പിടിച്ച് കണ്ടെത്തിയത്, നിങ്ങൾ ഈ കപടതയൊന്നും ഇങ്ങനെ അറിയാതെ പോകരുത്, അതിന് വേണ്ടി മാത്രമാണ് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ സ്റ്റാൻലി ആണെങ്കിലും ബാലേന്ദ്രനോട് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് എൻ്റെ മകളെ ഒന്ന് കാണണം എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ബാലേന്ദ്രനാണെങ്കിലും എന്തോ അങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഒരു ചിരിയോടുകൂടി ഇങ്ങനെ തലയാട്ടുന്നുണ്ട് കേട്ടോ. ആ സമയത്തൊന്നും പറയുന്നൊന്നുമില്ല. പിന്നീട് ഗോവർദ്ധൻ ഹോട്ടലിലേക്ക് എത്തിയിട്ട് ബാലേന്ദ്രനെ വിളിക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ പുറത്തുണ്ട്, അങ്ങോട്ടേക്ക് വരണമെന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ വേണ്ട, ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയാണ് എന്ന് പറയും. അപ്പോൾ എന്തിനാ ബാലേട്ട ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് വരികയല്ലേ, അപ്പോൾ പറയാമെന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കാൻ പറയേ. അങ്ങനെ ഭയങ്കര ടെൻഷനോട് കൂടിയാണ് കേട്ടോ ഗോവർദ്ധൻ അവിടെ നിൽക്കുന്നത്. ബാലേന്ദ്രൻ പുറത്തേക്ക് വന്നിട്ട് ഗോവർദ്ധ എന്നിങ്ങനെ പറഞ്ഞ് വിളിക്കും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയ കാര്യമൊക്കെ ഗോവർദ്ധൻ പറയുന്നുണ്ട്. ബാലേന്ദ്രനോടും ചോദിക്കും കേട്ടോ, ബാലേട്ടൻ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലി, അലീനയുടെ അച്ഛൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ എന്തിനാ അയാളും ഇങ്ങോട്ടേക്ക് വന്നത്, എപ്പോഴാണ് വന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഗോവർദ്ധൻ ബാലേന്ദ്രനോട് അങ്ങോട്ടേക്ക് ചോദിക്കുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, അയാൾക്ക് അയാളുടെ മകളെ അലീനേനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു എന്ന് പറയും. അപ്പോൾ അയാളെ ഇങ്ങനെ അലീനേനെ കാണിച്ചു കൊടുക്കണമെന്നൊക്കെയാണ് കേട്ടോ ഗോവർദ്ധൻ ചോദിക്കുന്നത്. അപ്പോൾ അയാൾ കാണട്ടേനെ, അയാൾക്ക് കണ്ട് ബോധ്യപ്പെടട്ടെ, എന്നാലേ അയാൾ അലീനേനെ ഏറ്റെടുക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ ബാലേന്ദ്രൻ പറയുന്ന സമയത്ത് ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, അലീനേനെ കാണിച്ചു കൊടുക്കണമെന്ന്. അയാൾ കാണട്ടേനെ, ഒരു ആരായാലും ഇപ്പോൾ പെട്ടെന്ന് ചെന്നിട്ട് 23 വയസ്സായ ഒരു മകളുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ഇതിലൊരു അന്വേഷണം നടത്തല്ലോ, അങ്ങനെയുള്ളൊരു ഇതായിട്ട് ഇത് കണ്ടാൽ മതി. അയാൾ കാണട്ടെ, അയാൾ കണ്ട് അയാൾക്ക് ഇങ്ങനെ പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ മാത്രം അയാൾ അലീനേനെ ഏറ്റെടുത്താൽ മതി. അയാളുടെ മനസ്സിൽ ഒരു സംശയം പോലും ഉണ്ടാവാൻ പാടില്ല അലീനേനെ കുറിച്ച്. അങ്ങനെയാണെങ്കിൽ എൻ്റെ മകളെ ഞാൻ അയാൾക്ക് വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ. പിന്നീട് പറയുന്നുണ്ടായിരുന്നു, എന്നേക്കാളും ഒരു പടി മുകളിൽ അവളെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും അയാൾക്ക് സാധിക്കുമെങ്കിൽ മാത്രമേ ഞാൻ എൻ്റെ മകളെ അലീനേനെ വിട്ടുകൊടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ അവൾ ഈ ബാലചന്ദ്രമേനോൻ്റെ മകളായിട്ട് തന്നെ എൻ്റെ കൂടെ നിൽക്കും എന്നൊക്കെയാണ് കേട്ടോ ബാലേന്ദ്രൻ പറയുന്നത്. അതൊക്കെ പറയുന്ന സമയത്ത് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ ബാലേന്ദ്രനാണെങ്കിലും. അപ്പോൾ ഗോവർദ്ധനും ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ ബാലേന്ദ്രൻ ഇത് പറയുന്ന സമയത്ത് ഇങ്ങനെ ആകെ ടെൻഷനോടുകൂടി നിൽക്കുന്ന ഗോവർദ്ധനെ കണ്ടിട്ട് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ എന്താ ഗോവർദ്ധ മെഴുങ്ങാസിയാന്ന് നിൽക്കുന്നതെന്ന് ചോദിക്കും കേട്ടോ. അല്ല, എനിക്ക് ബാലേട്ടനെ ഓർത്തിട്ടാണ് ടെൻഷൻ എന്ന് പറയും. അപ്പോൾ എന്നെ ഓർത്ത് എന്ത് ടെൻഷൻ എന്നിങ്ങനെ ഒരു ചിരിയോടുകൂടി ഇങ്ങനെ ബാലേന്ദ്രൻ പറയുകയാണ് കേട്ടോ. എന്തായാലും അലീനേനെ അയാൾ കാണട്ടെ എന്നാണ് പറയുന്നത്. പിന്നീട് ഗോവർദ്ധനോട് പറയുന്നുണ്ട്, നമുക്ക് വക്കീലിനെ ഒന്ന് കാണണം, അയാളെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിക്കാനുണ്ട് എന്ന് പറയും. അപ്പോൾ വക്കീലിനെ ഒന്ന് ഇപ്പം തന്നെ വിളിക്കാൻ പറയുന്നുണ്ട് കേട്ടോ ഗോവർദ്ധനോട്. ഞാൻ ഇപ്പം തന്നെ വിളിക്കാൻ ബാലേട്ടാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വക്കീലിൻ്റെ അടുത്തേക്ക് പോകണം എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അലീന പോയി കഴിഞ്ഞാൽ ബാലേട്ടൻ എന്ത് ചെയ്യും എന്നൊക്കെ ഗോവർദ്ധൻ ചോദിക്കുന്ന സമയത്ത്, അത് പോയി കഴിഞ്ഞിട്ടുള്ള കാര്യമല്ലേ എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ വൈജയന്തിയുടെ കാര്യം കൂടെ ഗോവർദ്ധൻ ചോദിക്കുമ്പോൾ, എന്തിനാ ഗോവർദ്ധ ഇപ്പോൾ വേണ്ടാത്ത പേരുകൾ ഇതിലേക്ക് വലിച്ചഴിക്കുന്നത്, ഇപ്പോൾ നമ്മുടെ മുന്നിൽ സ്റ്റാൻലി ഉണ്ട്, അയാളുടെ റൗണ്ട് കഴിയട്ടെ എന്നും കൂടെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് സ്റ്റാൻലിനെയാണ്. സ്റ്റാൻലി ഹോട്ടൽ റൂമിൽ തന്നെയാണ് കേട്ടോ. റൂം ബോയ് വന്നിട്ട് എന്തൊക്കെ കഴിക്കാനൊക്കെ കൊണ്ടുവയ്ക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് റൂം ബോയ് അങ്ങോട്ടേക്ക് പോവേ. ലിക്കർ അടിക്കുക തന്നെയാണ് കേട്ടോ പരിപാടി സ്റ്റാൻലിക്ക്. അപ്പോൾ ആ സമയത്ത് അപ്പച്ചൻ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് സ്റ്റാൻലിനോട്, സ്റ്റാൻലിയുടെ അപ്പച്ചനാട്ടോ വിളിക്കുന്നത്, വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഞാനിപ്പോൾ വീട്ടിലില്ല എന്ന് പറയും സ്റ്റാൻലി. അപ്പോൾ അതെനിക്ക് മനസ്സിലായി. ഞാൻ പുറത്ത് പോയി വന്നിട്ട് ഇപ്പോൾ കൊളത്തൂപ്പുഴ വീട്ടിലാണുള്ളത്. നിന്നെ ഇവിടെ കാണാത്തതുകൊണ്ടാണല്ലോ വിളിച്ചതെന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ പാലായിലുണ്ട് എന്നിങ്ങനെ സ്റ്റാൻലി പറയുന്നുണ്ട്. അപ്പോൾ നീ എന്തിനാ ഇപ്പോൾ അവിടേക്ക് പോയതെന്ന് ചോദിക്കുമ്പോൾ അവിടെ എന്നെ തിരക്കി ബാലേന്ദ്ര മേനോൻ എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ സ്റ്റാൻലിയുടെ അപ്പച്ചനെ ആരാന്ന് മനസ്സിലായി കേട്ടോ. അപ്പോൾ നീ എന്തിനാ അതിൻ്റെ പിറകെ പോയത്, അതൊക്കെ ചിലപ്പോൾ വെറുതെ പറയുന്നതായിരിക്കും എന്നൊക്കെയാണ് അപ്പച്ചൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ വെറുതെ ഒരാൾ വന്ന് പറയില്ലല്ലോ, നമുക്ക് അത് അന്വേഷിക്കേണ്ട ബാധ്യതയല്ലേ. എനിക്ക് ആഗ്രയിൽ വൈജയന്തി എന്ന് പറഞ്ഞ ലേഡിയുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞതും അവൾ ഇങ്ങനെ അതുപോലെ തന്നെ അവളുടെ വീട്ടുകാർ അവളെ പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് അവൾ 8 മാസം ഗർഭിണിയായിരുന്നതും എല്ലാം സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എനിക്ക് 23 വയസ്സായ മകളുണ്ടെന്ന് പറയുന്നത് സത്യമായിരിക്കും. അപ്പോൾ അവളെ ഒന്ന് കാണണ്ടേ, അത് നമ്മുടെ ഇതല്ലേ, ബാധ്യതയല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ മകളെ കണ്ടേ തീരുള്ളൂ എന്നുണ്ടെങ്കിൽ കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് പോന്നേക്കണം, കൂട്ടിക്കൊണ്ടുവരാനൊന്നും നിൽക്കരുത്. കാലിൽ മുള്ള് തറച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു സൂചി വെച്ച് എടുത്ത് മാറ്റാം. പക്ഷേ ഇതൊരു പെൺകുഞ്ഞാണെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളൊന്നും എടുത്ത് തലയിലേക്ക് വെക്കാൻ നിൽക്കരുത് എന്നൊക്കെയാണ് കേട്ടോ അപ്പച്ചൻ പറയുന്നത്. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്. അപ്പച്ചൻ ഇങ്ങനെ ഫോൺ കട്ട് ചെയ്തു, ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് രോഹിത്തിനെയാണ് കാണിക്കുന്നത്. രോഹിത്ത് കോളേജിലേക്ക് പോകാൻ ഇറങ്ങിയതാണ് കേട്ടോ. സിറ്റ് ഔട്ടിൽ വന്നിരുന്ന് ഷൂ ഒക്കെ ഇടുകയാണ്. അപ്പോൾ അലീന അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അലീനയോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് രോഹിത്ത് അങ്ങ് പോകും കേട്ടോ. അപ്പോൾ പോകുന്ന സമയത്തും തിരിഞ്ഞു നോക്കി ഇങ്ങനെ ഒരു ടാറ്റയൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ പോകുന്നത് രോഹിത്ത്. അത് കഴിഞ്ഞ് കൃഷ്ണമോളും ബബിതയും കൂടെ പോകാനായിട്ട് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. രണ്ടാൾക്കും എക്സാമാണ്. പലീന നന്നായിട്ട് പഠിക്കണേ, ഫൈനൽ എക്സാമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, നന്നായിട്ട് എഴുതണേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ ബബിതയുടെ സ്കൂട്ടിയിലാണല്ലോ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ സ്കൂട്ടിയിലേക്ക് കയറാൻ നിൽക്കുന്ന സമയത്ത് ബബിതയുടെ സ്കൂട്ടിയുടെ ഫ്രണ്ടിൽ കുറേ ചെളി പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ ബബിത, ഇത് വൈകിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഓസ് പിടിച്ച് ഇതൊക്കെ ഒന്ന് കഴുകിയിട്ടാലേന്ന് ചോദിക്കേ. അത് കഴിഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ഒരു ടവലെടുത്തിട്ട് ആ ചെളിയെല്ലാം തുടച്ച് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അലീന. അപ്പോൾ ബബിത ഒരു താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. പിന്നീട് അവർ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുന്ന സമയത്ത് അലീന ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ അത് നോക്കി നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. പിന്നീട് ബാലചന്ദ്രനെയാണ് കാണിക്കുന്നത്. ബാലചന്ദ്രൻ പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് ഇറങ്ങി വരികയാണ് കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് വരികയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലി വിളിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ കോളൊന്നും എടുക്കുന്നില്ല. മുടിയൊക്കെ ചീകി വാച്ചെല്ലാം കെട്ടിയതിന് ശേഷം ആദ്യം ഒന്ന് റിങ് ചെയ്ത് നിൽക്കും. അപ്പോൾ വീണ്ടും അയാൾ എന്നെ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞ ശേഷം കോൾ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താ വിളിച്ചതെന്ന് ചോദിക്കും. അപ്പോൾ സ്റ്റാൻലി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് എൻ്റെ മകളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സമയവും സ്ഥലവും വിളിച്ചറിയിക്കാമെന്ന് ബാലചന്ദ്രൻ എന്നോട് പറഞ്ഞതായിരുന്നു. അപ്പോൾ വിളിച്ച് കണ്ടില്ല, അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് വിളിച്ചതെന്ന് സ്റ്റാൻലി പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കാനിരിക്കുകയായിരുന്നു, എന്തായാലും ഇങ്ങോട്ട് വിളിച്ചത് നന്നായി എന്ന് പറയും കേട്ടോ. അപ്പോൾ എവിടെ വെച്ചാൽ മകളെ കാണാൻ പറ്റുകയെന്ന് ചോദിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിലേക്ക് പോര്, അസൗകര്യമൊന്നും ഇല്ലെങ്കിൽ എന്നിങ്ങനെ ബാലേന്ദ്രൻ പറയുമ്പോൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വരാനൊക്കെ പറഞ്ഞപ്പോൾ സ്റ്റാൻലി അത് വേണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. വീട്ടിലേക്ക് വരികയെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ. അപ്പോൾ അത് വേണ്ടെങ്കിൽ ഞാൻ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ആലോചിച്ചിട്ട് വിളിക്കാമെന്ന് ബാലേന്ദ്രൻ പറയുമ്പോൾ വേണ്ട, പെട്ടെന്ന് ബാലേന്ദ്രൻ അങ്ങ് വീട്ടിലേക്ക് മകളെ കാണാൻ വരാൻ പറഞ്ഞപ്പോൾ ഞാനൊന്ന് ഇതായതാണ്, ഞാൻ അങ്ങോട്ടേക്ക് തന്നെ വന്നോളാം എന്ന് പറയുന്നുണ്ട്. ഇവിടുന്ന് അധിക ദൂരമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് ഒരു സ്റ്റാൻലി. അപ്പോൾ ബാലേന്ദ്രൻ ഇല്ല എന്ന് പറയും. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്, ഞാൻ വണ്ടി അയക്കണോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട, ഞാൻ ഡ്രൈവ് ചെയ്ത് വന്നോളാം എന്ന് പറയുന്നുണ്ട്. ലൊക്കേഷൻ അയച്ചു കൊടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ ഓക്കെ പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യേ. എന്നിട്ട് പിന്നെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. ആ സമയത്താണ് അലീന അവിടെ വന്നിട്ട് അച്ഛാന്ന് വിളിക്കുന്നത്. അപ്പോൾ കയറി വാന്ന് പറയും. അലീന വരുമ്പോൾ തന്നെ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഇന്നെന്താ ചായ ഒന്നും ഇല്ലേന്ന്. അപ്പോൾ ഒരു ചായ കുടിച്ചില്ലേ, ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ചായ ഉള്ളൂ എന്ന് പറയും. അപ്പോൾ ഇതിനും കണക്കൊക്കെ ഉണ്ടോ എന്ന് ബാലേന്ദ്രൻ ചോദിക്കുമ്പോൾ എല്ലാത്തിനും ഒരു കണക്ക് വെക്കുന്നത് നല്ലതാണെന്ന് പറയും കേട്ടോ അലീന. നീ ഇപ്പം എന്നോട് കണക്ക് പറയാൻ വന്നതാണോ രാവിലെ തന്നെ എന്ന് ബാലേന്ദ്രൻ ഇങ്ങനെ കളിയായിട്ട് ചോദിക്കുമ്പോൾ, അല്ല, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിക്കാൻ വേണ്ടി വന്നതാണ്, പിന്നെ കൂടെ വേറൊരു കാര്യം കൂടെ ഉണ്ടെന്ന് പറയും. അപ്പോൾ എന്താന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കൊന്ന് പുറത്ത് പോകണമായിരുന്നു എന്ന് പറയും. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എവിടേക്കാണ്, എപ്പോഴാണ് പോകുന്നത്, എങ്ങനെയാണ് പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയും, അച്ഛൻ ഇപ്പോൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ കൂടെ, അച്ഛൻ വരുന്നില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്ന് പറയും. അപ്പോൾ എവിടേക്കാണ് പോവേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് പോവില്ലേ, അപ്പോൾ ഓർഫനേജിക്ക് കുറച്ച് സാധനങ്ങൾ കൊടുക്കാനുണ്ട്, ഇനിയിപ്പോൾ അതിന് പറ്റിയില്ലല്ലോ എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ നാളെ പോവാമെന്ന് പറയും. അപ്പോൾ ഞാനും കൂടെ വരാം, അപ്പോൾ നീ പോകുന്ന ഓർഫനേജും ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കാമല്ലോ, നീ ചെയ്യുന്ന കാര്യങ്ങൾ നീ പോയാലും അവർക്കൊരു മുടക്കം വേണ്ട, ഞാനത് ചെയ്തോളാം എന്ന് പറയും കേട്ടോ. അപ്പോൾ അലീന ഇങ്ങനെ ഒരു അതിശയത്തോടു കൂടി ഇങ്ങനെ ബാലേന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ് കേട്ടോ.
അപ്പോൾ എന്താടി ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ല അച്ഛൻ ആദ്യമായിട്ടാണ് എന്നോട് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്, സത്യമാണോ എന്ന് ചോദിക്കും. അതേന്നേ, ഇനിയിപ്പോൾ നീ ഇല്ലാത്തതിൻ്റെ കുറവ് അവർക്ക് വേണ്ട, നീ എന്നെ എല്ലാം ഒന്ന് പറഞ്ഞു തന്നാൽ മതി, എപ്പോഴാണ് കൊടുക്കേണ്ടതെന്നൊക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ മതി എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ നാളെ പോകാമെന്ന് സമ്മതിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ അലീന പോകാൻ സമയത്ത് ഒരു താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രനോട്. അപ്പോൾ ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ച്. പിന്നീട് പ്രൊമോ കാണിക്കുന്നുണ്ട്, സ്റ്റാൻലി അലീനയെ കാണാൻ കടപ്പാട്ടൂർ വീട്ടിലേക്ക് വരുന്നുണ്ട്.